ഹായ് ഫ്രണ്ട്സ്, വെൽക്കം യൂട്യൂബ് ചാനൽ മിനോസ് വേൾഡ്. 26-ാം തീയതി ഊട്ടിയിലെ ഞങ്ങളുടെ ആദ്യത്തെ ദിവസം. ഞങ്ങൾ ആദ്യം പോയത് ഊട്ടി റോസ് ഗാർഡനിലേക്കാണ്. അപ്പോൾ റോസ് ഗാർഡനിലത്തെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഞങ്ങൾ ഊട്ടിയിൽ താമസിച്ച ഹോട്ടലിൽ നിന്ന് ഒരു 5-10 മിനിറ്റിൻ്റെ വഴിയുള്ളൂ റോസ് ഗാർഡനിലേക്ക്. അപ്പോൾ ഞങ്ങൾ രാവിലെ ഒരു 9 മണിയായപ്പോൾ ചായ കുടിയും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കലൊക്കെ കഴിഞ്ഞിട്ടാണ് റൂമിൽ നിന്ന് ഇറങ്ങിയത്. ഇപ്പോൾ റോസ് ഗാർഡനിലേക്ക് പോകുന്ന വഴിക്കുള്ള കാഴ്ചകളാണത്. ഊട്ടി പൊതുവേ ഒരു പച്ചപ്പ് നിറഞ്ഞ സ്ഥലമാണ്. നമ്മൾ വരുമ്പോൾ തന്നെ ഒരുപാട് പൈൻ മരങ്ങളും പിന്നെ തേയിലത്തോട്ടമൊക്കെ കാണാൻ കഴിയും. പൈൻ മരങ്ങളുടെ ഒരു ഫോറസ്റ്റ് തന്നെ അവിടെ ഉണ്ട്. അവിടെ ഇറങ്ങിയിട്ട് നമുക്ക് ഫോട്ടോസ് എടുക്കാം, വീഡിയോസ് എടുക്കാം. ഞങ്ങളത് കാറിൽ നിന്നിട്ട് കണ്ടിരുന്നു. ഇറങ്ങിയൊന്നുമില്ല, അത് വരുന്ന വഴിക്ക് കാറിൽ നിന്ന് കണ്ടു. ഞങ്ങളങ്ങനെ റോസ് ഗാർഡനിലെത്തി. അപ്പോൾ എൻട്രൻസിൽ നിന്ന് ഗാർഡനിലേക്ക് ഇറങ്ങാൻ കുറച്ച് സ്റ്റെപ്പാണ്. അപ്പോൾ അത് കണ്ടപ്പോൾ ഇറങ്ങാൻ പറ്റുമോ ഇല്ലയെന്ന് സംശയിച്ചു. പിന്നെ എങ്ങനെയെങ്കിലും ഇറങ്ങാവുന്ന രീതിയിൽ ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്തു. സെക്യൂരിറ്റിക്കാരോട് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഇതിൽ തന്നെയാണ് വഴിയുള്ളൂ, ഇതിൽ തന്നെ ഇറങ്ങും വേണം തിരിച്ചു വരും വേണമെന്ന് പറഞ്ഞു. പിന്നെ വീൽ ചെയറിൻ്റെ കാര്യമൊക്കെ പറഞ്ഞപ്പോൾ അവർ പിന്നെ ഗാർഡൻ്റെ വേറൊരു വഴി തുറന്നു തന്നു. അതിലൂടെയാണ് ഞങ്ങൾ ഉള്ളിലേക്ക് കയറിയതും പിന്നെ തിരിച്ചിറങ്ങിയതൊക്കെ. ഞങ്ങളങ്ങനെ ഗാർഡൻ്റെ അകത്ത് കയറി. അപ്പോൾ പേര് പോലെ റോസ് ഗാർഡനിൽ റോസാ ചെടികൾ മാത്രമല്ല മറ്റ് പല ചെടികളും ഉണ്ട്. പിന്നെ ലാൻഡ്സ്കേപ്പ് ചെയ്ത കുറേ ഏരിയകൾ, കുറേ മരങ്ങൾ, അങ്ങനെ നടന്ന് കാണാൻ കുറേ ഏരിയകളുണ്ട്. ഞങ്ങൾ ഒരു 2 മണിക്കൂറെങ്കിലും അവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടാവും. പറ്റാവുന്നിടത്തോളമൊക്കെ നടന്ന് കണ്ടു. ഞങ്ങളങ്ങനെ ഒരു 11:45 ഇപ്പോൾ റോസ് ഗാർഡനിൽ നിന്ന് ഇറങ്ങി. പിന്നെ പോയത് ബൊട്ടാണിക്കൽ ഗാർഡനിലേക്കാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ ഫുഡൊക്കെ മേടിച്ച് റൂമിൽ പോയി. പിന്നെ വൈകിട്ട് കർണാടക ഗാർഡനിലേക്കാണ് പോയത്. ബൊട്ടാണിക്കൽ ഗാർഡനിലത്തെ വിശേഷങ്ങൾ ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം.